എനിക്ക് കുറച്ച് അടി കിട്ടിയാലും അവളുടെ അനിയന് ഇൻഷുറൻസ് കിട്ടി രക്ഷപ്പെടുത്തിയെന്ന് വിചാരിച്ചു സാറേ. അത് നന്നായി, വലിയ മനസ്സാണ്. നീ ഗൾഫിൽ പോയിട്ട് എത്ര വർഷമായി? 2 വർഷമായി. ഒരു കേസുള്ള മറച്ചു വെച്ചിട്ട് പാസ്പോർട്ട് എടുത്ത് ദുബായിക്ക് ഒരു കുറ്റാണെന്ന് നിനക്കറിയില്ലേ? അത് ഞാനൊരു വക്കീലോട് ചോദിച്ചിട്ടാണ് സാറേ ഇതൊക്കെ ചെയ്തത്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സാറേ. അപ്പം നിനക്കറിയായിരുന്നു എയർപോർട്ടിൽ വെച്ച് നീ ലോക്കാവുന്നു അല്ലേ? ഈ കേസിലേക്കാണ് സാർ അപ്പോൾ എന്നെ പിടിച്ചിട്ടുള്ളത്? ഈ കേസിലേക്കാണോ എന്ന് ചോദിച്ചാൽ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ ഇമിഗ്രേഷൻകാർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. മാഡം വിളിക്കുക. ജയരാജ്, നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞങ്ങളിപ്പോൾ ഒരു സീക്രസിക്ക് വേണ്ടി ആ പൂട്ടിക്കിടക്കുന്ന ആർട്ട് ഗാലറിയിലാണ് മാഡം. എന്തായി? അവൻ കൺഫ്യൂസ് ചെയ്തോ? ഇല്ല, ചോദിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇല്ലീഗൽ കസ്റ്റഡിയാണ്. തന്നിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിക്കുന്നത്. പക്ഷേ അവൻ കൺഫ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അധികം സമയം പിടിച്ചു വയ്ക്കേണ്ട. ലീവ് നോട്ടീസ് കൊടുത്ത് പിന്നെ വിളിപ്പിക്കാം. ഓക്കെ മാഡം. ജേഷേ, ഈ ആക്സിഡന്റ് കേസല്ലാതെ മറ്റൊരു ഗുരുതരമായ കേസിൽ കൂടി നീ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് നീ ഞങ്ങളോട് പറയില്ലെന്ന് വാശി പിടിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. പറഞ്ഞോടാ. ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് സാറേ. പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. വീട് പണികൾ എടുത്ത ലോണ് തിരിച്ചടയ്ക്കാത്ത കാരണം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു സാറേ. ഇന്നാണ് എൻ്റെ വീട് താമസം. ആ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഗോൾഡ് കയറ്റിയിട്ടുണ്ട് സാറേ. തെറ്റാണ്, പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ട് ചെയ്താണ് സാറേ. അതെവിടെ? ആ ട്രോളി ബാഗിലുണ്ട് സാർ. ബാങ്ക് എടുത്ത്. അത് തുറക്ക. ആ ഇതിന്റെ ലോക 000 തന്നെയാണോ? ആ തുറന്ന് ഇരിക്കെ. ഇത് വൻ സ്മഗ്ലിംഗ് ആയിപ്പോയല്ലോ. ഞങ്ങൾക്കിതൊരു ബോണസാണ്.